ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിന്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സുധിയുടെ കയ്യിൽ നിന്ന് നീലിമ തട്ടിക്കൊണ്ട് പോയ പണം അത് തിരികെ നമ്മുടെ സുധിയുടെയും കയ്യിലേക്കായിട്ട് കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ആ പണം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ സുധി പറഞ്ഞൊരു വലിയ കള്ളത്തരം നമ്മുടെ സുധിയോടെ പറയാണ്. സുധി പറയുന്നത് ഇങ്ങനെയാണ് തന്റെ അമ്മായച്ചൻ ഗൾഫിൽ നിന്ന് കുറച്ച് പണം തനിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നു എന്ന് പറയുന്ന സമയത്ത് എന്തായാലും പണം കിട്ടിയത് നന്നായി, അത് നല്ല ഭാഗ്യമുള്ള കാര്യമാണെന്നൊക്കെ സച്ചി പറയുന്ന നേരത്ത് ആർക്ക് ഭാഗ്യം, അത് ഞങ്ങളുടെ ഭാഗ്യമാണ് സുധി പറയുന്നുണ്ട്. വേഗം തന്നെ സച്ചി വയ്ക്കണം, എന്ത് ഭാഗ്യം, നിങ്ങളുടെ ഭാഗ്യം എന്നല്ല ഞാൻ പറഞ്ഞത്, അച്ഛന്റെ ഭാഗ്യമാണ്. അച്ഛന് നീ ഒരു 50 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നില്ലേ, ആ 50 ലക്ഷം രൂപയിൽ പകുതി 25 ലക്ഷമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, നീ അച്ഛന് കൊടുക്കണം. അത് നമ്മൾ 3 പേർ കൂടെ അവകാശപ്പെട്ടാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത് സുധിയും എതിർത്ത് സംസാരിക്കാല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുധി പറയുന്നത്, ആന്റി ഇപ്പൊ സുധിക്ക് വേണ്ടിയിട്ട് 25 ലക്ഷമാണ് അയച്ചു കൊടുത്ത്, ഇനി ഒരു 25 ലക്ഷം കൂടെ അവിടെ നിന്ന് വരാനുണ്ട് എന്ന് പറയുകയാണ്. കൂടുതൽ തന്നെ സുധി പറയുന്നുണ്ട്. സുധി ഇത്ര നാളും കളിയാക്കിയവർ സുധിയുടെ ബിസിനസ്സും സുധിയുടെ ഉയർച്ചയെ കാണുന്ന സമയത്ത് മൂക്കത്ത് വിരൽ വെക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ആ പറഞ്ഞ നേരാണ്. നേരത്തെ ഇവൻ അമ്പലത്തിൽ ചെന്ന് ബിസിനസ് എടുത്ത സമയത്ത് കണ്ടിരുന്ന ആൾക്കാരെല്ലാം തന്നെ മൂക്കത്ത് വിരൽ വെക്കാനായിട്ട് ഒരുങ്ങി. എന്നാൽ ഞാനാണ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു അടി കിട്ടിയ അവസ്ഥയാവും കേട്ടോ. അതിനുശേഷം സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് സച്ചി രേവതിയായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ പണം വന്ന കാര്യത്തിൽ എന്തൊക്കെയോ സംശയമുണ്ട്. ആൾ അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്നാണ് പറഞ്ഞത്, ഒരു തവണ പോലും അവളെ കാണാൻ വന്നില്ല. എന്നിട്ട് ഇപ്പൊ ജയിലിലാണെന്ന് പറയുന്നു, ജയിലിൽ നിന്ന് ഇപ്പൊ ഇത്രയും പണം അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേ വിശ്വസിക്കാൻ പ്രയാസമാണ് രേവതി എന്നൊക്കെ സച്ചി രേവതിയായിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.